ഈ പുഴയും കടന്ന് സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഗീതയെ കണ്ട് ശാരദയും ഗംഗയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഗീത രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. ശാരദ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കാൻ പോയതും അതിന് സമ്മതിക്കാതെ ഗീത കുഞ്ഞിനെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഓട്ടോ ചാർജ് ഗീത ശാരദയോട് കൊടുക്കാൻ പറയുകയാണ്. അത് കൊടുക്കാനുള്ള വകുപ്പ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന് കിടക്കുമോടി, സുജാത ചോദിച്ചു. എന്നിട്ട് ആ പൈസ കൊണ്ടുവന്ന് ശാരദയ്ക്ക് കൊടുക്കുകയാണ്. അമ്മാവൻ മരിച്ചിട്ടും ഓരോരുത്തർക്കും 5-10 കിലോ വീതം കൂടിയിട്ടുണ്ടല്ലോ. സുഖജീവിതമാണെന്ന് തോന്നുന്നു. ഗീത പറയുന്നത് കേട്ട് സുജാത പറഞ്ഞു, വെച്ചു കൊടുക്കാൻ ഇവിടെ നമ്മളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് പെട്ടിയൊക്കെ അകത്തേക്ക് എടുത്തു വെക്കാൻ അവരോട് പറഞ്ഞിട്ട് സുജാതയും ഗീതയും കൊച്ചും അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ ശാരദയും ഗംഗയും കാവേരിയും കൂടി വണ്ടിയിൽ നിന്ന് പെട്ടികൾ ഇറക്കി വെക്കുകയാണ്. കോളേജിൽ പോയി വരുന്ന യമുന ഇത് കാണുന്നു. ഇത് കണ്ട് ഗീത സുജാതയോട് പറയുകയാണ്, നമ്മുടെ ചിലവിൽ ജീവിക്കുന്നവർ എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു, എപ്പോ തിരിച്ചു വരും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മുതൽ ചില സമയങ്ങളിൽ ഇവിടുത്തെ മോട്ടോർ കേടാവും, വാഷിംഗ് മെഷീൻ റിപ്പയർ ആകും, കറണ്ട് പോയി എന്നൊക്കെ ഇരിക്കും. അമ്മയൊന്ന് കണ്ണടച്ച് നിന്നേക്കണം എന്ന്. ഗംഗയുടെ വിവാഹശേഷം മേടിക്കാമെന്നേറ്റിരുന്ന തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ ഇനി നടത്തേണ്ട, പകരം ജയപാലിനോട് പറഞ്ഞ് ആ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു വാങ്ങണം എന്ന് ശാരദ പറയുകയാണ്. അങ്ങനെ ആ പണം തിരികെ മേടിക്കാനായി ഗംഗയും കാവേരിയും പോവുകയാണ്. നരേന്റെ വീട്ടിൽ ശിവരാജൻ വിളിച്ചിട്ട് പോലീസുകാർ എത്തിയിരിക്കുകയാണ്. നരേൻ മുറിയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങളായി. SI അലക്സ് ചന്ദ്രനും കൂട്ടരും വിവരങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും മുകളിലെ മുറിയിൽ ഒരു വെടിവെച്ച കേൾക്കുകയാണ്. ശബ്ദം കേട്ട് എല്ലാവരും മുകളിലേക്ക് ചെന്നു. SI കതക് ചവിട്ടി തുറക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം കണ്ട് കരഞ്ഞ് അംബിക തളർന്നിരുന്നു പോയി. ശിവരാജൻ ഗായത്രിയോട് ചോദിച്ചു, ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചാൽ തന്നെ അവൻ നിന്റെ സ്വന്തം മോനൊന്നുമല്ലല്ലോ, നിന്റെ ചേച്ചിയുടെ മകനല്ലേ. ഇപ്പോ സംഭവിക്കുന്നതൊക്കെ എനിക്കും നിനക്കും നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. SI ഡോർ തുറന്നതും നരേൻ ഭിത്തിയിലിരുന്ന ഗായത്രിയുടെയും ശിവരാജന്റെയും വിവാഹ ഫോട്ടോ വെടിവെച്ച് താഴെയിട്ടു. ശിവരാജന് നേരെ ചൂണ്ടിയ തോക്ക് പിന്നീട് SIയുടെ നേർക്ക് ചൂണ്ടിക്കൊണ്ട് നരേൻ നിൽക്കുകയാണ്. എന്തെങ്കിലും അനീതിക്കോ അക്രമത്തിനോ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കാക്കിയിട്ടവന്റെ മുൻപിലും കൈ നീട്ടിയിട്ടില്ല ശങ്കരദാസിന്റെ മകൻ നരേൻ. അതുകൊണ്ട് ഇപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചിരിക്കും ഞാൻ, നരേൻ പറഞ്ഞു. നരേനു വേണ്ടി വിവാഹം ആലോചിച്ചു വെച്ചിരുന്ന പെൺകുട്ടി കല്യാണ തലേന്ന് എവിടേക്കോ പോയി. അങ്ങനെ ആ വിവാഹം മുടങ്ങിയെന്നും അവളെ നരേൻ തന്നെ കണ്ടെത്തുമെന്നും പിന്നീട് അവളുടെ വിധി എന്താകുമെന്ന് നരേൻ തന്നെ തീരുമാനിക്കുമെന്നും അവർ SIയോട് പറയുകയാണ്. നീള പൊന്നുവിന്റെ അടുത്തേക്ക് കളിക്കാനായി ചെല്ലുകയാണ്. പൊന്നുവിന്റെ കയ്യിലിരുന്ന പാവ നിള ഒന്നെടുത്തതും പൊന്നു കരയാൻ തുടങ്ങി. ഇത് കേട്ട് ഗീത ഓടി വന്ന് നിളയെ ചീത്ത പറയുകയാണ്. അപ്പോഴേക്കും സുജാതയും എത്തി. അങ്ങനെ ഗീതയും സുജാതയും നിളയെ വെറുതെ ചീത്ത പറയുകയാണ്. ഇത് കണ്ടുകൊണ്ട് വന്ന വിനീത് നിളയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. വിനീത് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഗീത സുജാതയോട് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ചുണയില്ലാത്തതുകൊണ്ടാ. അതാ പറഞ്ഞത് സ്വർണ്ണമ്മ വന്ന് ഇവിടെ 3-4 ദിവസം നിൽക്കട്ടെ എന്ന്. സ്വർണ്ണമ്മയ്ക്ക് ഇവിടെ ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പാതി ഓഹരി എനിക്കുള്ളതല്ലേ. അതിനിതുവരെ ഒരു തീരുമാനമായിട്ടില്ലല്ലോ. അക്കാര്യം ചോദിക്കാൻ സ്വർണ്ണമ്മ ഇങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. ഗീത പറഞ്ഞത് സുജാതയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ആ കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. സ്വർണ്ണമ്മയോട് ഇപ്പോൾ അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പോൾ ഞാൻ മതി, സുജാത പറഞ്ഞിട്ട് പോയി. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബായ്.